عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വവിധ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ആജിലായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവർ അല്ലാഹു അവരുടെ ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഏറെ ഉപയോഗിക്കുന്നവരാണ് മനുഷ്യരായ നാം. എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യന് വേണ്ടിയാണ് ഈ ഭൂമിയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചതെന്ന് അല്ലാഹു പറയാം. നാം അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അതെല്ലാം അല്ലാഹു നമുക്ക് നൽകിയതാണ്. നമ്മുടെ സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ മക്കളും കുടുംബവും ജോലിയും സമ്പാദ്യവും ആരോഗ്യവും അങ്ങനെ തുടങ്ങി ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുകയോ അതെത്രയാണെന്ന് കുട്ടി നോക്കി അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ അതെത്രയെന്ന് കണക്കാക്കി തീർക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അതിനു മാത്രം എണ്ണമറ്റതാണ്, അസംഖ്യം അനുഗ്രഹങ്ങളാണ്. അതൊരിക്കലും നിങ്ങൾക്ക് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയില്ല. ഒരിക്കൽ ഒരു ഗുരുവര്യരുടെ അടുത്ത് ഒരാൾ വന്ന് ആവലാതി ബോധിപ്പിക്കുകയാണ്. തന്റെ കയ്യിൽ സമ്പാദ്യമില്ല, വളരെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം തന്റെ ദാരിദ്ര്യം ഇങ്ങനെ അവതരിപ്പിച്ചപ്പോ ഈ ഗുരുവര്യർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് 1,00,000 രൂപ തരാം, നീ നിന്റെ കണ്ണെനിക്ക് തരുമോ? നിന്റെ കണ്ണെനിക്ക് തരുമോ? അദ്ദേഹം പറഞ്ഞു, കണ്ണില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് കണ്ണ് ഞാൻ തരൂല. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നാ കണ്ണ് നീ എടുത്തോ, നിന്റെ കൈ 1,00,000 രൂപക്ക് എനിക്ക് തന്നാ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൈയില്ലാതെ ഞാൻ എങ്ങനെ ജോലി ചെയ്യാനാ, അതും ഞാൻ തരൂല. അപ്പൊ പറഞ്ഞു, എന്നാ നീ കൈ തരണ്ട, നിന്റെ കാല് തന്നാ മതി. അദ്ദേഹം പറഞ്ഞു, കാലും തരൂല. അങ്ങനെ ഓരോ അവയവങ്ങൾ ചോദിച്ചു. അവസാനം പറഞ്ഞു, നിന്റെ കയ്യിൽ ഇപ്പൊ ഒരുപാട് സമ്പാദ്യം ഉണ്ടല്ലോ, നീ കോടീശ്വരൻ, നീ കോടാനക്കോടി പണത്തിന്റെ ഉടമയാണ്. എന്നിട്ടും ഈ ഇല്ലാ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത് നമുക്കൊക്കെയുള്ള ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ. നമ്മളൊക്കെ ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയുകയും അസൗകര്യങ്ങളെ കുറിച്ച്, നമുക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് വാചാലമാവുകയും ചെയ്യും. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുകയും ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നതിൽ പലപ്പോഴും നമ്മളൊക്കെ വിദൂരത്താണ്. അല്ലാഹു നന്ദിയുള്ള അടിമകളായി നമ്മെ മാറ്റുമാറാവട്ടെ. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും മൂടിവെക്കാതെ അത് അനുഭവിക്കുകയും ചെയ്യുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങൾ, അതിന്റെ ബഹിസ്ഫുരണങ്ങൾ, അതിന്റെ ബാഹ്യ പ്രകടനങ്ങൾ അല്ലാഹു കൊടുത്തു എന്നതിന്റെ തെളിവുകൾ അവന്റെ ജീവിതത്തിലൂടെ അവൻ പ്രകടിപ്പിക്കുന്നത് കാണാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പൊ അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എങ്കിൽ ആ തന്ന അനുഗ്രഹങ്ങൾ, അതിനുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങൾ
അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നു എന്ന രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുണ്ടല്ലോ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹുവേ, ആ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ നീ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നു എന്ന രണ്ടാമത്തെ നന്ദി ബോധവുമാണ്. ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തആല ആ ഒരു മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. ഒരിക്കൽ ഒരു ധനികനായ വ്യക്തി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയാണ്. അദ്ദേഹം വരുമ്പോൾ റഅ അലൈഹി സിയാബൻ ഫീ ഗായത്തിൽ ഇബ്തിദാൽ, ആ മനുഷ്യനെ കുറിച്ച് ഹദീസിൽ കാണാം. ആ മനുഷ്യൻ വരുന്നത് തന്നെ വളരെ പരുപരുത്ത ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ്, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അക്കാലഘട്ടത്തിൽ പാവങ്ങളും അതിദരിദ്രരും ഇല്ലാത്ത ആളുകളും ഉപയോഗപ്പെടുത്തുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ചോദിക്കുകയാണ്, നിനക്ക് ധനമൊന്നും നിന്റെ കയ്യിലില്ലേ? അലകമാലും നിന്റെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ലേ? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നബിയെ, എന്റെ കയ്യിൽ സമ്പാദ്യമൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഏതൊക്കെയാണ് നിന്റെ കയ്യിലുള്ള സമ്പാദ്യം? അയാളെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖദ അത്താനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ഗനമി വൽ ഖൈലി വർ റഖീഖ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സമ്പത്ത് തന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ അടിമകളുണ്ട്, കുതിരകളുണ്ട്, ആടുമാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. വലിയ സമ്പന്നനാണ്. പക്ഷെ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അതിദരിദ്രനാണെന്ന് അദ്ദേഹം. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ നീ ഈ ഡ്രസ് ധരിച്ചത് വളരെ മോശമായി പോയി. ഇങ്ങനെയല്ല നീ ഡ്രസ് ധരിക്കേണ്ടത്. അല്ലാഹു തആല നിന്നെ ഇഷ്ടപ്പെടും വിധത്തിൽ ജനങ്ങൾ കാണുമ്പോൾ മാന്യമായ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു നടക്കണം. ഇല്ലാത്ത ഒരാളായിരുന്നു നീ എങ്കിൽ ഈ വസ്ത്രം ധരിക്കുന്നതിന് കുഴപ്പമില്ല. ഇത്രമാത്രം അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിനക്ക് നൽകിയിട്ട് അതൊന്നും അല്ലാഹു നിനക്ക് നൽകിയിട്ടില്ല എന്ന പോലെയാണ് നിന്റെ ബാഹ്യമായ പ്രകടനം ജനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിൽ നീ നടക്കരുതെന്നും അല്ലാഹു തആല അവൻ കൊടുത്ത നിഅമത്തുകളുടെ ബഹിസ്ഫുരണങ്ങൾ, അതിന്റെ ബാഹ്യ പ്രകടനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അല്ലാഹു തആല നമുക്ക് നൽകിയാൽ പിന്നെ അങ്ങനെ ഇല്ലാ പാട്ട് പാടാൻ പാടില്ല. ഇല്ല ഇല്ല ഇല്ല. മറ്റുള്ളവരെങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ഉണ്ടാവും, ഒന്നുമില്ലപ്പോ നല്ല കച്ചവടം എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, എന്നാലും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഒന്നുമില്ല, ഇല്ല 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 ഇല്ല. ഈ ഒരു സ്വഭാവം മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തന്ന നിഅമത്തിനോട് കാണിക്കുന്ന മോശമായ സമീപനമാണത്. അല്ലാഹു തആല തന്ന നിഅമത്തുകൾ എന്നും നിലനിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു തന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ ഒരിക്കലും നമ്മിൽ നിന്ന് നീങ്ങി പോകാതിരിക്കാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. അതിനാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി നമ്മെ ഒരു ദുആ തന്നെ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് നീങ്ങി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ലാഹു തന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ അതിനോടുള്ള ഒന്നാമത്തെ സമീപനം ആ നിഅമത്ത് അനുസരിച്ച് ജീവിക്കുക എന്നാണ്. ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ തന്നെ ജീവിക്കണം, എല്ലാ പാട്ട് പാടണം. രണ്ടാമത്തെ സമീപനം എന്താണ്? രണ്ടാമത്തത് ആ അനുഗ്രഹം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന, അല്ലാഹു തആല എന്തൊക്കെ അനുഗ്രഹം തന്ന് ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. അപ്പൊ അല്ലാഹു ആരോഗ്യം, ഒരാൾക്ക് നല്ല ആരോഗ്യം കൊടുത്തു, എന്നാൽ ആ ആരോഗ്യം കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഇബാദത്ത് ചെയ്യാൻ കഴിയും, ഇബാദത്ത് ചെയ്യാൻ. മറ്റൊരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കണം. അയാൾക്ക് അല്ലാഹു ആജാലതയാണ് നൽകിയത്, ഒരാൾക്ക് അല്ലാഹു ഇൽമാണ് നൽകിയത്, ഒരാൾക്ക് അല്ലാഹു സമ്പത്താണ് നൽകിയത്. എന്നാൽ അതിനനുസരിച്ച് ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ അനുഗ്രഹം കൊണ്ട്
അവനവന് കഴിയുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനെ ശുക്ർ രേഖപ്പെടുത്തുക എന്നതാണ്. ആ ശുക്ർ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ കൗസർ. ഇന്നാ അഅതൈനാകൽ കൗസർ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അല്ലാഹു അഭിസംബോധന ചെയ്യാണ് ഇന്നാ അഅതൈനാകൽ കൗസർ. നബിയെ അങ്ങേക്ക് നാം കൗസർ തന്നില്ലയോ? ഹൗലുൽ കൗസർ തന്നില്ലയോ? മറ്റൊരു വ്യാഖ്യാനം മഹാന്മാര് പറയുന്നത് ധാരാളം മുഫസ്സിരീങ്ങൾ പറയുന്നു ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയില്ലല്ലോ. ഈ ലോകത്ത് അഷ്റഫുൽ ഖൽഖായാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. നാളെയുടെ ലോകത്ത് സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്കാണ്. മഖാമു മഹ്മൂദ് എന്ന വലിയ സ്ഥാനമുണ്ട്. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലയോ? ഇന്നാ അഅതൈനാകൽ കൗസർ. എന്നിട്ട് അല്ലാഹു പറയാണ് അതിന് നന്ദി നിങ്ങൾ ചെയ്യണം. എങ്ങനെ? ഫസല്ലി റബ്ബിക. റബ്ബിനെ നിങ്ങൾ നിസ്കരിക്കണേ. ആ ഒരു ഉത്തരവാദിത്വം നബി തങ്ങൾ ഏറ്റെടുത്തത് എത്രയാണ്? ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ പാതിരാത്രിയും കഴിഞ്ഞിട്ടും നിന്ന് നിസ്കരിക്കുമ്പോൾ കാല് അതാ വളരെ വിഷമത്തോടുകൂടെ നീര് കെട്ടി പ്രയാസപ്പെട്ടിരിക്കുകയാണ്. ചോദിക്കുന്നു അവിടുത്തെ പത്നിമാര്, നബി എന്തിനാണ് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? അങ്ങേക്ക് എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടില്ലയോ എന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നത് ഫലാ അകൂനു അബദൻ ശകൂറാ. ഞാൻ ഒരു നന്ദിയുള്ള അടിമയാകേണ്ടയോ എന്ന വാക്യമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർകൾ അവിടെ പറയുന്നത്. ആലോചിച്ചു നോക്കുക, റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞ ആ ഒരു നിഅമത്തിനുള്ള ശുക്ർ നബി തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയത് കാണുകയാണ്. നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ ഭൂമി ലോകത്ത് 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് 3 കാര്യങ്ങളാണ്. അതിലൊന്നേതാണെന്നറിയോ? വജുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാഹ്. ഒന്ന് നിസ്കാരമാണ്. അതെനിക്ക് ത്രില്ലുള്ള വിഷയമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്റെ വളരെ ത്രില്ലായ എന്റെ ഒരു ഹോബിയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് നബി തങ്ങളോട് പറഞ്ഞത് കൃത്യമായി നബി തങ്ങൾ നിർവഹിക്കുകയും ആ നന്ദി രേഖപ്പെടുത്തിയതും നമ്മൾ കാണുന്നു നിസ്കാരത്തിലൂടെ. ആ നിസ്കാരത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അസ്വലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ടാമത് ഹൗലുൽ കൗസറിനെ നബി തങ്ങളോട് പരിചയപ്പെടുത്തി നബി തങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തിനെ എടുത്തു പറഞ്ഞ് ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന് പറഞ്ഞതിന് ശേഷം ഫസല്ലി ലിറബ്ബിക വൻഹർ. നബി തങ്ങളോട് രണ്ടാമത് അല്ലാഹു ആജ്ഞാപിക്കുന്നത് ആവശ്യപ്പെടുന്നത് വൻഹർ, അങ്ങ് ഉദ്ഹിയ്യത്ത് അറുക്കണേ എന്നാണ്. ഉദ്ഹിയ്യത്ത് അറുക്കണേ എന്നാണ്. അപ്പൊ അല്ലാഹു കൊടുത്ത നിഅമത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. നബി തങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിന്ന് കാണാം, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീൻ. 10 വർഷക്കാലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിട്ടുണ്ട്. ആ 10 വർഷക്കാലം നബി തങ്ങൾ ഒരു വർഷം പോലും ഉദ്ഹിയ്യത്ത് മുടക്കിയിട്ടില്ല. ഒരു വർഷം പോലും മുടക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, മരണശേഷം എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ഉദ്ഹിയ്യത്ത് അറുക്കണമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് കൽപ്പിച്ചിരുന്നു. ഉദ്ഹിയ്യത്ത് എത്രമാത്രം റസൂലുള്ളാഹി തങ്ങൾ നടപ്പിലാക്കിയത്, പൂർത്തീകരിച്ചത് അവിടെ നിന്ന് കാണാം. വല്ലദീ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്തും മിനൽ ഇബിൽ വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹറ ബിയദിഹിൽ കരീമത്തി 63 ബദനാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹദിയയായി ലഭിച്ച 100 ഒട്ടകം, ആ ഒട്ടകം ഉപയോഗിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അറുത്തു കൊടുത്തു എന്ന് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ പറയുകയാണ്. 100 ഒട്ടകം
ജീവിതത്തിൽ ഉടനീളം 10 വർഷം കൊണ്ട് അറുത്തല്ല, മദീനയിൽ വെച്ച് ഒരൊറ്റ വർഷം അറുത്തു എന്നതാണ്. അതിൽ തങ്ങളുടെ കൈ കൊണ്ട് വേദിയിൽ കരീമത്തി 63 അറുത്തു. അതിലൊക്കെ വലിയ സൂചന ഉണ്ടായിരുന്നു. ബാക്കി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് അറുക്കാൻ കൽപ്പിച്ചു. 63 അറുത്തു എന്നാണ് പറയുന്നത്. എത്ര മാത്രമാണ് ആ ദൗത്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. അപ്പൊ ആ ദൗത്യം നിർവഹിക്കാനുള്ള ഒരു ചാൻസ് ആണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു മാസം ഏകദേശം, ആ മാസമാകുമ്പോൾ അടുത്ത മാസം 10 നമ്മുടെ ഉദ്ഹിയ്യത്ത് എന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത്, ആ നിഅമത്തിന്റെ ബാഹ്യ പ്രകടനം നമ്മൾ നടത്തണം എന്നാണ് പറഞ്ഞത്. അത് നടത്താൻ വേണ്ടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ നിഅമത്ത് എടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അത്ര കോരി വാരിച്ചൊരിഞ്ഞ് ഞാൻ തന്നിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക, അപ്പന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം, ഉദ്ഹിയ്യത്ത് അറക്കുകയും വേണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പകർത്തി കാണിച്ചു തരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ അമില ബനു ആദം യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഇറാഖതി ദമിൻ. പെരുന്നാളിന്റെ ദിവസം, ബലി പെരുന്നാളിന്റെ അന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ഉത്തമമായ കർമ്മം അതവൻ ബലി നിർവഹിക്കുകയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. യഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅദ്ലാഫിഹാ വശഅരിഹാ. ആ ബലിമൃഗത്തിന്റെ തോലും രോമങ്ങളും എല്ലും എല്ലാമായി നാളെയുടെ ലോകത്ത് സാക്ഷിത്വം നിർവഹിക്കാൻ ആ മൃഗം വരും. മാത്രമല്ല ഭൂമിയിലേക്ക് അതിനെ അറവ് നടത്തുന്ന സമയത്ത് അതിന്റെ കണ്ടനാടിയിൽ നിന്ന് രക്തം ഉറ്റി വീണ് കിനിഞ്ഞ് വീണ് അവിടെ പതിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ കൂലി ഈ അറുത്ത മനുഷ്യന് ലഭിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര വലിയ മഹത്വമാണ് എന്നറിയാം. നബി തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അദ്ലിമൂ ലഹായാകും ഫഇന്നഹാ അലാ സിറാത്തി മതായാകും. അദ്ലിമൂ ലഹായാകും, നിങ്ങൾ നിങ്ങളുടെ ബലിമൃഗങ്ങളെ നന്നായി ബഹുമാനിക്കണം. എന്താണ് കാരണം? ഫഇന്നഹാ അലാ സിറാത്തി മതായാകും, നാളെയുടെ ലോകത്ത് സിറാത്തുൽ മുസ്തഖീം വിട്ടുകടക്കാനുള്ള നിങ്ങളുടെ വാഹനമാണ് ബലിമൃഗം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരുപാട് ഹദീസുകളുണ്ട്, പലതവണ നമ്മൾ പറഞ്ഞതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ബലി അർപ്പണം നടത്തുക, ഉദ്ഹിയ്യത്ത് നടത്തുക എന്നത് ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ആ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാത്തവർക്ക് താക്കീതായി കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മുടെ മനസ്സിൽ വേണം. മൻ വജദ സഅതൻ ലിഅൻ യുദ്ഹിയ ഫലം യുദ്ഹി. ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ഹിയ്യത്ത് അറക്കാനുള്ള ആവത് നൽകി, അദ്ദേഹത്തിന് അതിനുള്ള സാമ്പത്തികം അല്ലാഹു നൽകി, അഭിവൃദ്ധി നൽകിയിട്ട് ഒരാൾ ഉദ്ഹിയ്യത്ത് അറുത്തില്ല എങ്കിൽ നമ്മുടെ ഈ മദീനത്തെ പള്ളിയിൽ അയാൾ നിസ്കാരത്തിന്, പെരുന്നാൾ നിസ്കാരത്തിന് ചട്ടം കെട്ടി വരണ്ട എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് എത്രമാത്രം ഗൗരവമുള്ളതാണ്, എത്രമാത്രം വലിയ ഗൗരവമുള്ളതാണ്. അപ്പൊ ഉദ്ഹിയ്യത്തിന് സാധിക്കുന്നവരെല്ലാവരും ആ ഉദ്ഹിയ്യത്ത് അറക്കണം, ഉദ്ഹിയ്യത്ത് അറക്കണം. നമ്മുടെ മദ്ഹബിൽ അത് മുഅക്കദായ സുന്നത്താണ്. ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്. ആരാ അറക്കേണ്ടത് അറിയുമോ? അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ സമ്പന്നരായ ആളുകൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ആർക്കൊക്കെ ഫിത്ർ സക്കാത്തിന്റെ വിഷയം പറഞ്ഞു അതുപോലെ തന്നെയാണ്. ഫിത്ർ സക്കാത്തിന് എന്താ പറഞ്ഞത്? ആ പെരുന്നാൾ ദിവസം, അന്നത്തെ ദിവസം തന്റെ ചെലവ് കഴിഞ്ഞ്, തന്റെ ആശ്രിതരുടെ ചെലവ് കഴിഞ്ഞ്, അവർക്കുള്ള പാർപ്പിടം കഴിഞ്ഞ്, അവർക്കുള്ള വസ്ത്രം കഴിഞ്ഞ്, പിന്നെ എന്തെങ്കിലും തുച്ഛമുണ്ട്, അതുകൊണ്ട് ഉദ്ഹിയ്യത്ത് അറക്കാൻ കഴിയുന്നോ ഉദ്ഹിയ്യത്ത് അറക്കൽ മുഅക്കദായ സുന്നത്താണ്. അത് ഉപേക്ഷിക്കൽ കറാഹത്താണ്. കറാഹത്ത് മാത്രം നോക്കിയാൽ പോരാ, കറാഹത്ത് എന്നുള്ളത് ചെയ്യാതിരിക്കാൻ ചില ആളുകൾ അത് കറാഹത്തല്ലേ ഉള്ളൂ, ഇന്ന് തള്ളാനുള്ളതല്ല. കറാഹത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറുത്ത കാര്യമാണ്, ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അതാണ് കറാഹത്ത് എന്ന് പറയുന്നത്. അതാണ് മനസ്സിലാക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ഇഷ്ടപ്പെട്ടതാണ് ഉദ്ഹിയ്യത്ത്. അത് മുഅക്കദായ സുന്നത്താണ്. അതിന് വേണ്ടത് ഒരു 10,000 രൂപയെങ്കിലുമാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. ഒരു
10,000 രൂപ ഉണ്ടായാൽ മതി അന്നത്തെ ദിവസം. കാരണം ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിവുള്ള ആളുകൾ ഒരു പോത്തിനെങ്കിലും അറുത്ത് കൊടുക്കണം. അപ്പൊ അതാണ് അവൈലബിൾ ആയത്. പോത്തിനെങ്കിലും അറുത്ത് കൊടുക്കണം. 70,000 50,000 രൂപ ഉണ്ടെങ്കിൽ അത് സിമ്പിളായി അറുത്ത് കൊടുക്കാൻ പറ്റൂലേ? 2 വയസ്സായ ഒരു പോത്തിന് കിട്ടൂലേ? കിട്ടും. ഇനി 1 ലക്ഷം വിചാരിച്ചോ, എത്ര ലക്ഷമാണോ നമുക്ക് തന്നിട്ടുള്ളത്? എത്ര വലിയ വാടക കെട്ടിടങ്ങൾ, വലിയ വലിയ സംരംഭങ്ങൾ, എന്തെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആഘോഷങ്ങൾക്കും പരിപാടികൾക്കും എന്തൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. നേർച്ചകൾക്കും മറ്റുമൊക്കെ നമ്മൾ ആടിനെയും മറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട്. ഉദ്ഹിയ്യത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ ശ്രദ്ധിക്കാറുണ്ടോ? പലരും ശ്രദ്ധിക്കുന്നില്ല എന്നാണ്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകൾ ഇതിന് അർഹരാകുന്നതോ അവനവൻ ചിന്തിക്കുക, അപ്പുറത്തുള്ള ആളെ നോക്കണ്ട, സ്വന്തം ചിന്തിക്കുക. എനിക്ക് കഴിയൂലേ? അപ്പൊ ഒരു പോത്തിന് നമുക്ക് അറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അറക്കണം. ഇനി അത് കഴിയില്ലെങ്കിൽ ഒരു ആടിന് ഒക്കെ 2 വയസ്സാണ്. ഇനി അതിനും സാധ്യമല്ലെങ്കിൽ ഒരു പോത്തിൽ ഒരു ഷെയർ എന്ന നിലയ്ക്ക് 7 പേർക്ക് വരെ ഷെയർ ആവാൻ കഴിയും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 10,000 രൂപ ഉണ്ടായാൽ മതി അല്ലേ? അതിന്റെ ചെലവുകൾ, വെട്ടാനുള്ള ചെലവ് അടക്കം നോക്കിയാൽ ഒരു 12 അല്ലെ കഴിയൂലേ? 12. അപ്പൊ 12,000 രൂപ പെരുന്നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ആളുകളൊക്കെ അറുക്കണം. അപ്പൊ 12,000 രൂപ പിടിക്കേണ്ട ഇനി ആരും ഒന്ന് അറുക്കാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ അറുക്കണം. ചില ആളുകൾ പറയും ഇത്രയൊക്കെ പോത്തിനെ അറുത്താൽ പാല തിന്നാനുണ്ടാവും, നിങ്ങളൊന്ന് അറുത്ത് നോക്കാം, അപ്പൊ മനസ്സിലാവും പാല തിന്നാൻ. നമ്മുടെ നാട്ടിലൊക്കെ വടക്ക് നിങ്ങൾ പള്ളിയുടെ കീഴിലാണ് അറുക്കാറുള്ളത്. അങ്ങനെ ഒരു സംരംഭവും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പള്ളിയുടെ കീഴിൽ, പക്ഷെ അത് അതിന്റെ എല്ലാവിധ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണം. അതെല്ലാം വീടുകളിൽ എത്തിക്കണം. അങ്ങനെ എത്തിക്കുന്ന മഹല്ലുകളും നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട്. അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അതൊരു സംവിധാനമാണ്. ആ സംവിധാനം നമ്മൾ ഏറ്റെടുക്കുന്ന കുറച്ച് റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് അനുസരിച്ച് അത് കൃത്യമായ രൂപത്തിൽ അതിനെ ഇടപെടേണ്ടവരെ ഇടപെടിച്ചുകൊണ്ട് കൃത്യമായ രൂപത്തിൽ അറുത്തു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. അതുണ്ടാക്കണം, അതിനുള്ളൊരു ശ്രമം നടത്തണം. അപ്പൊ കുറെ ആളുകൾ അതിൽ ഭാഗമാക്കാം. അല്ലെങ്കിൽ ഒരു വീട്ടുകാർ, കുടുംബക്കാർ ഇപ്പൊ നമ്മൾ ചെയ്തു പോരുന്നത് പോലെ, എന്നാലും വളരെ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പെരുന്നാൾ ദിവസം കഴിഞ്ഞിട്ട് ഒരു 12,000 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 എണ്ണം അറുത്തുകൊണ്ടാണ് മാതൃക നമുക്ക് കാണിച്ചു തന്നത്. ആരാണ് റസൂൽ എന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ കുറിച്ച് പറയാണ്, 1 മാസക്കാലം അല്ല, 2 മാസക്കാലം അല്ല, 3 മാസക്കാലം ഞങ്ങളുടെ വീടിൽ ഒരിക്കലും തന്നെ അടുപ്പിൽ നിന്ന് പുക ഉയർന്നിട്ടില്ലെന്ന് മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. അവിടെ സുഭിക്ഷമായി ഭക്ഷിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വെള്ളവുമായിരുന്നു, കാരക്കയായിരുന്നു, അയലത്തുകാര് തരുന്ന പാലും കുടിച്ചാണ് ഞങ്ങളെന്നൊക്കെ കഴിഞ്ഞിരുന്നത്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഹദിയയായി 100 ഒട്ടകം കിട്ടിയപ്പോ ഒരു 10 ഒട്ടകത്തെങ്കിലും എടുത്ത് സേവ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എങ്ങനെ സുഭിക്ഷമായി ജീവിക്കാമായിരുന്നു എന്ന് വിധങ്ങൾ അങ്ങനെ ആലോചിച്ചില്ല. അപ്പൊ അല്ലാഹു നൽകിയ അനുഗ്രഹം മുഴുവനും അതെല്ലാം തന്നെ ഉപയോഗിച്ചു. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കുള്ള ശുക്റാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ നൽകിയ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുകയാണെങ്കിൽ ലഅസീദന്നകും, അല്ലാഹു പറയാണ് ഞാൻ വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നട്ടു നോക്കുന്നില്ലെങ്കിൽ, അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എനിക്ക് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് തിരിച്ചിങ്ങോട്ട് നന്ദി ചെയ്യുന്നില്ലെങ്കിൽ, വലഇൻ കഫർതും, നന്ദി കേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് കഠോരമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാവാൻ പാടില്ല. സമ്പത്തൊക്കെ അള്ളാഹു വിശാലമായി നമുക്ക് നൽകിയിട്ട് ഉദയത്തൊക്കെ വരുമ്പോൾ മൈൻഡ് ചെയ്യാതെയാണ് നിൽക്കുന്നതെങ്കിൽ, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു തആല ഒരാൾക്ക് ഒരു നിഅമത്ത് കൊടുത്തു. ആ നിഅമത്ത് കാരണം അദ്ദേഹം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഫലം യശ്കുർ, അവൻ ശുക്ർ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് ഖലബഹ അലാ സാഹിബിഹാ അദാബ, അതിനെ അല്ലാഹു തആല അദാബായി അവനെ മടക്കും എന്ന് മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. അതുകൊണ്ട് അല്ലാഹു ചെയ്ത നിഅമത്താണ് നമുക്ക് സമ്പത്ത്. ആ സമ്പത്തുള്ള എല്ലാ ആളുകളും, ആ സമ്പത്ത് എന്ന് പറഞ്ഞപ്പോ കോടിക്കണക്കായ ബാലൻസ് ഒന്നും നമുക്ക് വേണ്ട. ഞാൻ പറഞ്ഞു, ഒരു 12,000 രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട്.
എങ്കിൽ അത് അറുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ചില ആളുകൾ പറയും, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിട്ടുണ്ട്, ഞാൻ അറുത്തിട്ടുണ്ട് എന്ന് പറയും. ഇത് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ തവണ ഫർദാക്കപ്പെട്ടതുപോലെ നമ്മളെ ഹജ്ജ് ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ളതല്ല. എല്ലാ വർഷവും ചെയ്യാം. കഴിഞ്ഞ വർഷം ചെയ്താൽ കഴിഞ്ഞ വർഷം അള്ളാഹു നിനക്ക് നിയമത്ത് ചെയ്തില്ലേ, ഈ വർഷം നീ ചെയ്യുമ്പോൾ അള്ളാഹു ഇനിയും നിയമത്ത് നിനക്ക് ചെയ്യും. കഴിഞ്ഞ വർഷം ഞാൻ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ വർഷം ഇല്ല എന്നല്ല, ഈ വർഷം കൂടണം. അതിനാണ് ഈ കഴിഞ്ഞ വർഷം കൂടിയപ്പോൾ അള്ളാഹു ഒരുപാട് ഞാമത്തുകൾ ചെയ്തു തന്നത്. അപ്പൊ അതുകൊണ്ട് അത് വളരെ പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ചിലര് അതിൽ നിന്ന് തെറ്റിദ്ധരിച്ച വേറൊരു കാര്യമുണ്ട്, 7-1 കൂടി കഴിഞ്ഞാൽ പിന്നെ 7 പ്രാവശ്യം കൂടിയെങ്കിലും ഉദയത്താവുള്ളൂ. അങ്ങനെയൊന്നുമില്ല. 7-1 കൂടിയാൽ ആ വർഷത്തെ ഉദയത്ത് പൂർണ്ണമാണ്. അയാൾക്ക് ഫുൾ ഒരു ഉദയത്തടുത്ത് കൂലി തന്നെ കിട്ടും. ഉദയത്തുമായി ബന്ധപ്പെട്ട കുറെ മസലകളൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതുമായി സംബന്ധിച്ച ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് ഉദഹിയത്ത് എന്നത് അത് വില കുറച്ച് കാണേണ്ടതല്ല. അത് മുഅക്കദായ സുന്നത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളവர்கள் നമ്മെ പ്രേരിപ്പിച്ച, നബി തങ്ങൾ മുൻ നിർത്തിക്കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ നമ്മോട് സംസാരിച്ച വിഷയമാണ് ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അത് നമ്മൾ ഏറ്റെടുക്കണം. അതിന് ഇപ്പോഴേ തയ്യാറാവണം. അതാണ് ഇപ്പോൾ പറയാനുള്ള കാരണം. ഒരു മാസമുണ്ട്, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്ത് അതിൽ എല്ലാവരും സജീവമായിരിക്കണം. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾക്കൊക്കെ ശുക്ർ ചെയ്യാനുള്ള നല്ല ഒരു മനസ്സ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ.